കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷം നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ശിഷ്യന്മാർ യേശുവിനെ സമീപിച്ച് ചോദിച്ചു, സ്വർഗരാജ്യത്തിൽ വലിയവൻ ആരാണ്? യേശു ഒരു ശിശുവിനെ വിളിച്ച് അവിടെ മധ്യ നിർത്തിക്കൊണ്ട് അരുളി ചെയ്തു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ. ഇതുപോലുള്ള ഒരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. ഈ ചെറിയവരിൽ ആരെയെങ്കിലും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരാൾക്ക് 100 ആടുകളുണ്ടായിരിക്കെ അതിലൊന്ന് വഴിതെറ്റിപ്പോയാൽ 99 മരയിൽ വിട്ടിട്ട് അവൻ വഴിതെറ്റിയതിനെ അന്വേഷിച്ചു പോവുകയില്ലേ? കണ്ടെത്തിയാൽ അതിനെക്കുറിച്ച് വഴിതെറ്റിപ്പോകാത്ത 99 കുറിച്ച് എന്നതിനേക്കാൾ അവൻ സന്തോഷിക്കുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഇതുപോലെ ഈ ചെറിയവരിൽ ഒരുവൻ നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ ഒത്തിരി സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമുക്കറിയാം പലപ്പോഴും ആത്മീയ ജീവിതത്തിൽ ഇപ്പോഴും നമ്മൾ ശ്രമിക്കാറ് ഈ ഒരു ആത്മീയ ജീവിതത്തിൽ കുറച്ചുകൂടി മേന്മയോടുകൂടി ജീവിക്കാനാണ്. നമ്മുടെ പ്രാർത്ഥന ജീവിതമായിക്കോട്ടെ, നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതമായിക്കോട്ടെ, ഇത് കുറച്ചുകൂടി അതിന് പുതുമയിലും അതിന് ഭംഗിയിലും പലപ്പോഴും ജീവിച്ച് മുന്നേറാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളിൽ മിക്കവരും. പക്ഷേ പലപ്പോഴും ഈ പറഞ്ഞതുപോലെ ആത്മീയതയിൽ ഞാൻ കുറച്ചുകൂടി ഒരു പടി കൂടി മുന്നിലാണെന്നുള്ളൊരു കാര്യം പലപ്പോഴും നമ്മൾ മറ്റുള്ളവരോട് പറയാതെ പറയുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ സ്വർഗരാജ്യത്തിലെ വലിയവൻ ആരാണെന്ന് പലപ്പോഴും നമ്മൾ കാണിച്ചു വയ്ക്കാറുണ്ട്. പക്ഷേ നമ്മുടെ ആത്മീയ തലത്തിലെ ഏതൊരു മേഖലയിലാണെന്നുള്ള കാര്യം പലപ്പോഴും ഓർക്കണം. അത് മറ്റുള്ളവരെ കാണിക്കാനാണോ അതോ തമ്പുരാൻ്റെ മുമ്പിൽ ആ ഒരു പക്വതയോടുകൂടി ആയിരിക്കാനാണെന്നുള്ള കാര്യം നമ്മൾ ഓരോ നിമിഷവും ഓർക്കണം. കാരണം ആദ്യമേ നമ്മളോട് പറയുന്നുണ്ട്, ശിശുക്കളെ പോലെ നിങ്ങൾ ഓരോരുത്തരുമായി തീരാൻ. അത് പലപ്പോഴും നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നത് അവരുടെ വളർച്ച കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ സാമീപ്യം കൊണ്ടോ ഒന്നുമല്ല. പക്ഷേ നമുക്കറിയാം കുഞ്ഞുങ്ങൾ എത്രത്തോളം ആ ഒരു സ്നേഹത്തിലും സാമീപ്യത്തിലും ആയിരിക്കുന്നു എന്നുള്ള കാര്യം. അവരുടെ ജീവിതത്തിൽ പലപ്പോഴും ഈ പറഞ്ഞതുപോലെ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സ്നേഹത്തിന് അവരതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പലപ്പോഴും തങ്ങളെ പരിപാലിക്കുന്നത് പലപ്പോഴും മനസ്സിലാക്കാതെ പോലും ആ ഒരു സ്നേഹത്തിൽ പലപ്പോഴും ഒട്ടി നിൽക്കുന്നുണ്ട്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മളെ നയിക്കുകയും അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുകയും കടാക്ഷിക്കുകയും തവരാൻ ഓരോ നിമിഷം ചെയ്യുന്നുണ്ടെന്നും ആ ഒരു ബോധത്തോടു കൂടി ഓരോ നിമിഷവും ആയിരിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. പക്ഷേ ആ ഒരു കടമയിൽ നിന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റേതായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ സ്വകാര്യതയിൽ പലപ്പോഴും താഴ്ചകളും ഉയർച്ചകളും ഒക്കെ വരുമ്പോൾ നമ്മൾ പതിയെ പുറകോട്ട് പോകുന്നൊരു പ്രവണത നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് ഈ ഒരു ആത്മീയ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് പലപ്പോഴും നമ്മുടെ വലിയ അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ വലിയവനാകാൻ നമ്മൾ നോക്കുന്ന ഒരു പ്രവണത. ഒപ്പം ഓരോ നിമിഷവും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഓരോരുത്തരും തമ്പുരാൻ്റെ മുമ്പിൽ വിലപ്പെട്ടവരാണ്. ആ ഒരു കാര്യത്തിൽ ഒരിക്കൽ പോലും പുറകോട്ട് പോകരുത്. പലപ്പോഴും ആത്മീയതയിൽ പലപ്പോഴും പ്രാർത്ഥിച്ചു പോകുമ്പോഴും നമ്മുടെ പാപകടങ്ങൾ ഓർത്ത് നമ്മൾ സങ്കടപ്പെടുമ്പോഴും അല്ലെങ്കിൽ അതിനെയോർത്ത് ആകുലപ്പെടുമ്പോഴും എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ഇത്രയും പാപം ചെയ്യുന്ന എനിക്ക് തമ്പുരാൻ്റെ മുമ്പിൽ വിലയില്ല എന്നുള്ള കാര്യം പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു ചിന്തയാണ്. ഇപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഓരോരുത്തരും അത്രത്തോളം വിലയുള്ളവരാണ്. പക്ഷേ ആ വിലയുള്ളതായിട്ട് തീരുന്നത് നമ്മുടെ ജീവിതത്തിലും അനുതാപം കടന്നു വരുന്ന ഓരോ നിമിഷങ്ങളിലാണ്. കാരണം പലപ്പോഴും നമ്മൾ പാപാവസ്ഥകൾ ജീവിച്ചു പോകുമ്പോഴും അല്ലെങ്കിൽ തിരുത്തപ്പെടാതെ നമ്മൾ ഓരോരുത്തരും ജീവിച്ച് മുന്നേറി പോകുമ്പോഴും എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, അനുതാപത്തോടു കൂടി ആ ഒരു സ്നേഹത്തിലേക്ക് തിരിയുന്ന ഓരോ നിമിഷവും തമ്പുരാൻ നമ്മൾ ഓരോരുത്തരും ചേർത്ത് പിടിക്കുന്നുണ്ട്. നമ്മളും വിലയുള്ളവരായിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് അനുതപിക്കുന്ന ഒരു പാപയോർത്തം. പക്ഷേ ജീവിതത്തിൽ പലപ്പോഴും ഈ പറഞ്ഞതുപോലെ പാപാവസ്ഥകൾ ഏറ്റുപറയാനോ ആ ഒരു സ്നേഹത്തിലേക്ക് തിരികെ പോകാനോ പലപ്പോഴും നമ്മൾ ശ്രമിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഓർക്കുക, നമ്മുടെയും സ്വർഗരാജ്യത്തിലെ പ്രവേശനം ഏത് രീതിയിലാണെന്നുള്ള കാര്യം ഓരോ നിമിഷവും നമുക്കും ഓർത്തെടുക്കാം. ഈ പറഞ്ഞതുപോലെ നമ്മൾ അനുതാപത്തോടു കൂടിയാണോ അതോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരുടെ മുമ്പിലാണ് വലിയവനാൻ ആഗ്രഹിക്കുന്നത്? ഈശോയുടെ മുമ്പിലാണോ അതോ നമ്മുടെ സഹോദരങ്ങളുടെ ഇടയിലാണോ? തമ്പുരാൻ നമ്മൾ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.